അസ്സലാമലൈക്കും. അപ്പോൾ ഇതിന് ഇക്കാക്ക് ചൂണ്ടയിൽ കിട്ടിയതാണ് കേട്ടോ. വർഷക്കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീനിന് പഞ്ഞല്ല. ഇങ്ങനെ ഇക്ക ചൂണ്ട ഇട്ടിട്ട് കൊണ്ടുവരും കേട്ടോ എപ്പോഴും. അങ്ങനെ നമ്മൾ മീനിനെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ ചീന്തി എടുത്തു കേട്ടോ. അല്ലെങ്കിൽ പുഴ മീനല്ലേ, അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞില്ലെങ്കിൽ അതൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ നല്ല വൃത്തിയായി കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊന്നും ഇല്ല കേട്ടോ. അപ്പം നല്ല മൂപ്പുള്ള മീനാണ്, നമുക്ക് ഇറച്ചി കണ്ടാൽ തന്നെ അറിയാം. അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. ഇതിലേക്കുള്ള മസാലക്കൂട്ട് ഇതാ. നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുരുമുളക്. ഇത്രയും നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കൊരു 2 സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, അതും നമ്മളൊരു 2 സ്പൂൺ ഇടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇട്ട് നമ്മൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നന്നായി നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മസാല. ഇനി നമുക്കിത് ഇതിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇത് നമ്മൾ നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് സാമ്പാറാണ് കേട്ടോ കറി. അപ്പോൾ കറിയും ഇതാ അവിയലുണ്ട്. അപ്പോൾ ഇതായതിന് ശേഷമാണ് ഞാൻ മീൻ വറക്കണത്. അപ്പോൾ അത്രയും നേരം മീനിൽ മസാലയൊക്കെ ആവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഇതാണ് നമ്മുടെ മീൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ മീൻ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ ഒന്ന് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല വിഷമൊന്നും ഇല്ലാത്ത, ഫോർമാലിനൊന്നും ഇടാത്ത നല്ല ഫ്രഷ് മീൻ.